സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായികയെ കാണിക്കുന്നു. അവളുടെ പേര് കിംബർലി. അവളുടെ 3 സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് ഒരു ബീച്ചിലേക്ക് അവധി ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുന്നതിനിടയിൽ അവർ ഒരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുന്നു. അപ്പോൾ ഒരു വയസ്സായ സ്ത്രീ അവരുടെ അടുത്തേക്ക് വരുന്നു. അവിടെ നിന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ക്യാനൊക്കെ താഴേക്ക് വീഴുന്നു. പക്ഷെ അതൊന്നും എടുത്തു കൊടുക്കാൻ നിൽക്കാതെ കിംബർലിയും കൂട്ടരും സിഗ്നൽ വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പുറപ്പെടുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സ്കൂൾ ബസ്സിൽ കുറെ കുട്ടികൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരവരുടേതായ ലോകത്താണ്. കിംബർലി അത് ശ്രദ്ധിക്കുന്നു. പക്ഷെ കിംബർലിയുടെ മറ്റു കൂട്ടുകാരും അത് ശ്രദ്ധിക്കുന്നുമില്ല. അതിനുശേഷം കിംബർലി FM ഓൺ ചെയ്യുന്നു. ആ FM-ൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫസ്റ്റിലുണ്ടായിരുന്ന ആ പ്ലെയിൻ ക്രാഷ് ഇല്ലേ, അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു വർഷമായി. ഇതെന്തോന്ന് രാവിലെ തന്നെ നെഗറ്റീവ് ന്യൂസ് എന്നും പറഞ്ഞിട്ട് അവള് ആ സ്റ്റേഷൻ മാറ്റുന്നു. ആ സ്റ്റേഷനിൽ ഹൈവേ ടു ഹെൽ എന്ന് പറയുന്ന ഒരു സോങ് ആണ് പ്ലേ ചെയ്തിരുന്നത്. ഇതും കൂടി കേട്ടപ്പോഴത്തേക്ക് ടോട്ടലി നെഗറ്റീവ്, എന്തോന്നൊരവസ്ഥയുടെ രാവിലെ തന്നെ എന്ന് പറഞ്ഞിട്ട് കിംബർലി പുറത്തേക്ക് നോക്കുന്നു. അപ്പോൾ പുറത്ത് അതിലേ പോകുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കുന്നു. അതാരൊക്കെയാണെന്ന് അറിയാം. ഒരു സ്പോർട്സ് കാറിൽ പോകുന്ന ഒരു മനുഷ്യൻ, അതുപോലെ ഒരു പോലീസുകാരൻ, ഒരു ബിസിനസ് വുമൺ, ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്ന ഒരാൾ, പിന്നെ ഒരു അമ്മയും അവരുടെ മകനും, പിന്നെ ഒരാൾ ഡ്രഗ് അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരു മനുഷ്യൻ, പിന്നെ ഒരു പ്രഗ്നന്റ് ലേഡിയും. ഇത്രയും പേരെ നമ്മുടെ നായിക ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഇവരെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു ലോറി പോകുന്നു. ഒരു വലിയ ലോറിയാണ്. അതിൽ വലിയ വലിയ മരങ്ങളൊക്കെ കെട്ടിവെച്ചിട്ടാണുള്ളത്. അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നായികയ്ക്ക് എന്തോ ഒരു മോശമായ കാര്യം സംഭവിക്കാൻ പോകുന്നത് പോലെ അനുഭവപ്പെടുന്നു. അങ്ങനെ നായിക ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് പോവുകയാണ്. അതിനിടയിലാണ് പെട്ടെന്ന് മുന്നിലേ പോകുന്ന ആ ട്രക്കിൽ നിന്ന് ആ മരങ്ങളൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന ചങ്ങല പൊട്ടി വീഴുന്നത്. ആ മരങ്ങൾ ഓരോന്നും താഴേക്ക് വീഴാൻ തുടങ്ങി. ആൾക്കാരൊക്കെ അപകടത്തിൽപ്പെട്ട് തുടങ്ങി. നേരത്തെ കണ്ട ആ പോലീസുകാരനില്ലേ, അയാളുടെ കാറിനുള്ളിലൂടെ ആ മരം കയറി ഇറങ്ങി അയാൾ അവിടെ അരഞ്ഞു തീരുകയാണ് ചെയ്യുന്നത്. അതിനിടയിൽ ആ ബൈക്കുകാരൻ താഴേക്ക് വീഴുന്നു. ഇങ്ങനെ നിരങ്ങിപ്പോയിട്ട് ഒരു മരത്തിലിടിച്ച് അവിടെ നിൽക്കുന്നു. അവന്റെ ബൈക്ക് പിന്നാലെ വന്ന് അവന്റെ മേലെ ഇടിച്ച് കയറി അവനും അവിടെ അരഞ്ഞു തീരുന്നു. അടുത്തത് ആ അമ്മയും മകനും, പിന്നെ ആ ബിസിനസ് വുമൺ, കൂടാതെ ആ ഡ്രഗ് അഡിക്റ്റ്, ഒരു 3 പേരും കാറ് പൊട്ടിത്തെറിച്ച് മരിക്കുന്നു. നമ്മുടെ നായികയുടെയും കൂട്ടുകാരുടെയും കാറും ഒരു മരത്തിലിടിച്ച് മറിയുന്നു. അപ്പോൾ ഇതിന് തൊട്ട് മുന്നിലായിട്ട് അവൾ കാണുന്നത് ആ സ്പോർട്സ് കാറിൽ വന്ന വ്യക്തി ഉണ്ടായിരുന്നല്ലോ, അവൻ അവിടെ തീയിൽ കിടന്ന് വെന്ത് മരിക്കുന്നതാണ്. അപ്പോഴേക്കും തീ പിടിച്ചുകൊണ്ട് ആ ട്രക്ക് മുന്നിലേക്ക് നീങ്ങി വരുന്നു. അത് നമ്മുടെ ഹീറോയിന്റെ കാറിൽ ഇടിക്കുന്നു. കാറ് പൊട്ടിത്തെറിച്ച് അവരെല്ലാവരും മരിക്കുന്നു. പെട്ടെന്ന് നായിക ഞെട്ടി എഴുന്നേൽക്കുന്നു. അതായത് ഇത്രയും നേരം കണ്ട കാഴ്ചകളൊക്കെ അവൾ ആ ട്രാഫിക് സിഗ്നലിൽ നിന്ന് സ്വപ്നം കണ്ടതാണ്. കണ്ടതൊക്കെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാകാതെ പേടിച്ചിരിക്കുന്ന നായികയുടെ മുന്നിലേക്ക് അവൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ ആ വയസ്സായ സ്ത്രീ വരുന്നു. സ്വപ്നത്തിലേതുപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന ക്യാനൊക്കെ ആ സ്ത്രീ താഴേക്ക് ഇടുന്നു. അവൾ പെട്ടെന്ന് തന്നെ വേഗം റേഡിയോ വെച്ച് നോക്കുന്നു. ആ റേഡിയോയിൽ ആ വിമാനാപകടത്തെ പറ്റി തന്നെയാണ് പറയുന്നത്. അവൾ ചാനൽ മാറ്റി നോക്കുന്നു. ഹൈവേ ടു ഹെൽ എന്ന സോങ് ആ ചാനലിൽ പാടിക്കൊണ്ടിരിക്കുന്നു. സ്വപ്നത്തിൽ അവൾ കണ്ടതുപോലെ തന്നെ ആ സ്കൂൾ ബസ് അവരെ പാസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു. കുട്ടികളൊക്കെ കാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അവൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നടക്കുന്നു. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൾ കാറെടുത്ത് ആ റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ അവൾ സ്വപ്നത്തിൽ കണ്ട എല്ലാവരും ആ കാറിന് പിന്നിലായിട്ട് ബ്ലോക്ക് ആകുന്നു. അപ്പോൾ നേരത്തെ ആ മരം വീണ് മരിച്ച ഒരു പോലീസുകാരനില്ലേ, അരഞ്ഞ് മരിച്ച ആ വ്യക്തി, അവനാണ് ഈ സിനിമയിലെ നായകൻ. അവൻ വന്നിട്ട് കിംബർലിയോട് ചോദിക്കുന്നു, എന്താണ് ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇതൊരു റോഡല്ലേ, ഈ റോഡിൽ ഇങ്ങനെയൊക്കെ കാണിക്കാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ കിംബർലി പറയും, ഇവിടെ വലിയൊരു ആക്സിഡൻറ്റ് നടക്കാൻ പോകുന്നതായിട്ട് ഞാൻ കണ്ടു, അപ്പോൾ എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പോലീസുകാരൻ പറയും, അയ്യോ മാഡം, നിങ്ങളിങ്ങനെ പേടിക്കല്ലേ, എന്താ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് എന്നോട് പറയൂ, നിങ്ങളൊരു കാര്യം ചെയ്യുക, ആദ്യം കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് അവളെ പുറത്തേക്ക് ഇറക്കുന്നു. അപ്പോഴേക്കും കിംബർലി കാണുന്നു ആ ട്രക്ക് അവരെ പാസ് ചെയ്ത് പോകുന്നത്, ഏത് മരത്തടികളൊക്കെ വെച്ച ട്രക്ക്. അപ്പോൾ അവൾ പറയുന്നു, ഇത് ഈ ട്രക്കാണ് ഈ അപകടത്തിനൊക്കെ കാരണം, ഇതിനെ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോഴേക്കും ആ ട്രക്ക് ആക്സിഡൻ്റ് ആവും. അത് കണ്ട് കിംബർലിയും കൂട്ടുകാരും പേടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് മറ്റൊരു ട്രക്ക് ഇവരുടെ നേരെ വരും. ആ പോലീസുകാരൻ എങ്ങനെയോ കൂടി ഇവളെ കിംബർലിയെ പിടിച്ച് മാറ്റും. പക്ഷേ ആ ട്രക്ക് വന്നിടിക്കുന്നത് കിംബർലിയുടെ കാറിലാണ്. അവരുടെ കൂട്ടുകാരെല്ലാം അവിടെ മരിച്ചു വീഴും. കിംബർലി അവളുടെ സ്വപ്നത്തിൽ അവസാനം മരിച്ചതായിട്ട് ആരെയാണോ കണ്ടത് അവരാണ് ഇതിൽ ആദ്യമായിട്ട് മരിക്കുന്നത്. അതായത് നേരെ റിവേഴ്സ് ഓർഡറിലാണ് ഓരോരുത്തരും മരിക്കുന്നത്. ആദ്യ സിനിമയിൽ മരണം അതാത് ക്രമത്തിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അടുത്ത സീനിൽ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട എല്ലാവരും പോലീസ് സ്റ്റേഷനിലാണ്. ഇവരെങ്കിലും രക്ഷിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷം കിംബർലിക്കുണ്ട്. അങ്ങനെ കിംബർലിയോട് പോലീസുകാരൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഫസ്റ്റ് പാർട്ടിലെ അലക്സിന്റെ കഥ അവർക്ക് മനസ്സിലാവുന്നത്. ആ അലക്സ് എല്ലാവരെയും പ്ലെയിൻ ക്രാഷിൽ നിന്ന് രക്ഷപ്പെടുത്തി, എന്നാൽ മരണം അവനെയും കീഴ്പ്പെടുത്തിയിരുന്നു. അന്ന് രക്ഷപ്പെട്ടത് ക്ലെയറും അലക്സും മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ ക്ലെയർ മാത്രമാണ് ബാക്കിയുള്ളത്. അവളൊരു ഭ്രാന്തിയെ പോലെ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. വേറെ ഒരാളെ പോലും അകത്തേക്ക് കയറ്റി വിടാതെ അങ്ങനെ ഒരു ഭ്രാന്തിയെ പോലെ തന്നെയാണ് അവളിപ്പോൾ ജീവിക്കുന്നത്. അടുത്തതായി നമ്മളെ കാണിക്കുന്നത് ആ സ്പോർട്സ് കാർ ഓടിച്ചിരുന്ന ഒരു വ്യക്തിയില്ലേ, പുള്ളിക്കാരനെയാണ്. അപ്പോൾ പുള്ളിക്കാരന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ വലിയ ഒരു ലോട്ടറി അടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സന്തോഷത്തിൽ അയാൾ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അവൻ്റെ ഫ്ലാറ്റിലേക്ക് വരികയാണ്. അവിടെ നോക്കുമ്പോൾ ഇന്നലെ കഴിച്ചു വെച്ച ഫുഡ്
ഫുഡ് മാഗി അവിടെ കിടപ്പുണ്ട്. അതെടുത്ത് ജനൽ വഴി നേരെ പുറത്തേക്ക് തട്ടി എന്നാൽ പുതിയത് ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ചീസ് എടുത്തിട്ട് അത് ഓവനിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അതിന് ഉള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു മാഗ്നറ്റിക് സാധനം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ വെക്കുന്നതാണ്. അത് മെല്ലെ അതിൻ്റെ അകത്തേക്ക് വീഴുന്നു. അത് ഇവൻ ശ്രദ്ധിക്കുന്നില്ല. അത് നോക്കാതെ നേരെ അതെടുത്തിട്ട് ഓവനിലേക്ക് വെക്കുകയും ചെയ്യുന്നു. പിന്നെ പർച്ചേസ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗോൾഡ് റിങ്ങും ഗോൾഡ് വാച്ചും ഒക്കെ ഉണ്ട്. അങ്ങനെ ഗോൾഡ് വാച്ച് എടുത്തിട്ട് അവൻ ധരിക്കുന്നു. അത് നോക്കുന്നതിൻ്റെ ഇടയിൽ ആ ഗോൾഡ് റിങ്ങും കൂടി എടുത്ത് ധരിച്ചേക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഓവൻ്റെ ഉള്ളിൽ ചെറുതൊരു ശബ്ദം കേൾക്കുന്നു. മാഗ്നറ്റ് അല്ലേ ഉള്ളിൽ കയറിയിരിക്കുന്നത്. അവൻ്റെ കയ്യിൽ നിന്ന് ആ മോതിരം താഴേക്ക് വീഴുന്നു. അത് നേരെ പോയി വീഴുന്നത് അവൻ്റെ സിങ്കിൻ്റെ ഉള്ളിലേക്കാണ്. അയ്യടാ ഇതെന്തോന്നെന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് കൈ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നു. എന്നാൽ കയ്യിൽ വാച്ചല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവന് സിങ്കിൽ നിന്ന് കൈ പുറത്തേക്ക് എടുക്കാനും പറ്റുന്നില്ല. അപ്പോഴേക്കും ആ ഓവനിലൊരു പൊട്ടിത്തെറി ഉണ്ടാവുന്നു. അതുമാത്രമല്ല ആ ഫ്രൈയിങ് പാനില്ലേ അതിൽ തീ പിടിക്കുകയും ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ആ തീ കെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു തുണിയൊക്കെ എടുത്തിട്ട് തട്ടി കളയുന്നുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല. കാരണം ഇവൻ്റെ കൈ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒരുപാട് ദൂരത്തേക്ക് പോകാനും പറ്റുന്നില്ല. പെട്ടെന്ന് ആ തുണി തട്ടിയിട്ട് ആ ഫ്രൈയിങ് പാൻ താഴെ വീഴുന്നു. അതിലെത്തി ആ റൂം മുഴുവൻ പരക്കുന്നു. എങ്ങനെയൊക്കെ കൂടിയിട്ട് കൈ ആ സിങ്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ചിന്തയിൽ പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ അവൻ്റെ ഡോറും വിൻഡോസും എല്ലാം അടഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്തിട്ടോ അത് തുറക്കാൻ പറ്റുന്നില്ല. അവസാനം ഒരു കസേര എടുത്ത് ആ വിൻഡോയുടെ ഗ്ലാസ് തല്ലി പൊളിച്ച് അവൻ പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കുന്നു. അവനങ്ങനെ ആ വിൻഡോ വഴി പുറത്തേക്ക് കിടക്കുന്നു. അപ്പോഴേക്കും ആ വീട് മുഴുവൻ തീ പിടിച്ച് പൊട്ടിത്തെറിക്കുന്നു. അവിടെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഏണി ഉണ്ടായിരുന്നു. അതുവഴി പുറത്തേക്ക് ഇറങ്ങാനായിരുന്നു അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്തിട്ടും അത് വർക്കാവുന്നില്ല. താഴേക്ക് വരുന്നേ ഉണ്ടായിരുന്നില്ല. അവസാനം എങ്ങനെയൊക്കെ കൂടി ചാടി താഴേക്ക് ഇറങ്ങുന്നു. അങ്ങനെ തൻ്റെ വീട് മേലേക്ക് നോക്കിയിട്ട് മുന്നിലേക്ക് നടക്കുമ്പോൾ അവൻ നേരത്തെ വലിച്ചെറിഞ്ഞ മാഗിയില്ലേ അതിൽ ചവിട്ടി തെന്നി താഴേക്ക് വീഴുന്നു. ആ സമയം നോക്കിയിട്ട് നേരത്തെ വർക്കാകാതിരുന്ന ആ തൂങ്ങുന്ന ഏണിയില്ലേ അത് നേരെ താഴേക്ക് പതിക്കുന്നത് എവിടെയാണെന്നറിയോ? അവൻ്റെ കണ്ണിലേക്ക്. അങ്ങനെ അയാൾ അവിടെ കിടന്ന് മരിക്കുന്നു. ആ ഹൈവേ ആക്സിഡൻറ്റിൽ രക്ഷപ്പെട്ട എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പക്ഷേ ആ സ്പോർട്സ് കാർ ഉപയോഗിച്ചിരുന്നവൻ്റെ മരണം അറിഞ്ഞപ്പോൾ മുതൽ അവർക്കും മരണം തങ്ങളെ പിന്തുടരുന്നതായിട്ട് ഒരു പേടി തോന്നി തുടങ്ങി. അതിനുശേഷം നമ്മുടെ നായിക കിംബർലി കഴിഞ്ഞ പാർട്ടിൽ രക്ഷപ്പെട്ട ക്ലെയറിനെ തേടി അവളെ കാണാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് പോകുന്നു. അങ്ങനെ കിംബർലി ക്ലെയറിനെ കാണുന്നു. മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി ലഭിക്കുമോ എന്നായിരുന്നു അവളുടെ ചോദ്യം. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും മരണത്തെ കബളിപ്പിക്കാൻ സാധിക്കുകയില്ല. അത് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് മരണത്തിന് മുമ്പ് ലഭിക്കുന്ന ആ ക്ലൂവിലൂടെ കുറച്ച് കാലത്തേക്ക് മരണത്തിൽ നിന്നും രക്ഷപ്പെടാമായിരിക്കാം. പക്ഷേ ഒരിക്കലും അതൊരു ശാശ്വത പരിഹാരമല്ല. നിങ്ങൾ എന്തായാലും മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്നായിരുന്നു അവളുടെ മറുപടി. അതോടെ ദേഷ്യം വന്ന കിംബർലി അവളോട് ദേഷ്യപ്പെട്ടിട്ട് പുറത്തിറങ്ങി പോകുന്നു. കിംബർലി തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അവിടെ ആ പോലീസുകാരൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അയാൾ മാത്രമാണ് കിംബർലിയെ വിശ്വസിച്ച് അവൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെങ്കിലും ശ്രദ്ധിച്ചിരുന്നത്. അവൻ മാത്രമാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഫ്രീ ആയിട്ട് അവിടെ എവിടെയും കറങ്ങി തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കിംബർലിക്ക് എന്തോ കുറേ പക്ഷികൾ അവളുടെ നേരെ പറന്നു വരുന്നതായിട്ടൊക്കെ തോന്നുന്നു. അപ്പോഴാണ് ഇതൊരു ക്ലൂ ആണോ എന്ന് അവൾക്ക് സംശയം തോന്നുന്നു. അപ്പോൾ പെട്ടെന്ന് അവൾക്ക് ആ രക്ഷപ്പെട്ട അമ്മയെയും മകനെയും ഓർമ്മ വരുന്നു. കാരണം അവരാണോ അടുത്ത നമ്പർ എന്നുള്ള ഒരു സംശയം അവൾക്കുണ്ടാവുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ആ പോലീസുകാരനും കിംബർലിയും കൂടിയിട്ട് അവരെ അന്വേഷിച്ചിറങ്ങുന്നു. ഇതേസമയം ക്ലെയർ കിംബർലി വഴക്ക് പറഞ്ഞത് ഓർത്ത് ഇരിക്കുകയാണ്. ഈ റൂമിൽ ഇങ്ങനെ അടച്ചിട്ട് പേടിയോടെ ജീവിക്കുന്നതിലും നല്ലത് പുറത്തുപോയി മരിക്കുന്നതാണ് എന്ന് അവൾ കിംബർലി പറഞ്ഞിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ക്ലെയറും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം അമ്മയും മകനും ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്താണ്. അവൻ്റെ പല്ലിന് എന്തോ ഒരു പ്രശ്നം. അത് പല്ല് പറിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ആ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു കൺസ്ട്രക്ഷൻ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് പറിക്കുന്നതിന് വേണ്ടിയിട്ട് മരവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ നൽകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പുറത്ത് കുറച്ച് പ്രാവുകൾ ഈ കണ്ണാടി ചില്ലിലേക്ക് തട്ടി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഡോക്ടർക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് അയാൾ പറയുന്നത് നമുക്ക് ഇഞ്ചക്ഷൻ വേണ്ട, മറ്റൊരു രീതിയിൽ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അവൻ്റെ മുഖത്തേക്ക് ഒരു മാസ്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നൈട്രസ് ഓക്സൈഡ് കടത്തി വിടുകയാണ്. കൂടാതെ ഓക്സിജൻ ഓണാക്കാൻ മറന്നു വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഒരു പ്രാവ് പുറത്ത് ആ ചില്ല് തട്ടി പൊട്ടിച്ച് അകത്ത് കയറുന്നു. അപ്പോൾ പുറത്ത് എന്താ നടക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഈ ഓക്സിജൻ ഓണാക്കാൻ മറന്നുപോയി. അങ്ങനെ അവൻ്റെ മൂക്കിലേക്ക് വരുന്ന എല്ലാ ഓക്സിജനും കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്കായി. ഇപ്പോൾ അവൻ വായിലൂടെയാണ് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് മേലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ടോയ് ഫിഷ് ഉണ്ടായിരുന്നു. അത് പതിയെ അവൻ്റെ വായിലേക്ക് അങ്ങ് വീഴുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഓക്സിജൻ ബ്ലോക്കായി അവൻ മരണവെപ്രാളത്തിലിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എന്തോ ഭാഗ്യത്തിന് അവിടുത്തെ ഒരു അസിസ്റ്റന്റ് വരുന്നു. ആ ഡോക്ടറുടെ ഒരു അസിസ്റ്റന്റ് വരുന്നു. അവൾ ഇത് കാണുകയും ആ ടോയ് എടുത്ത് മാറ്റുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്തോ ഭാഗ്യം കൊണ്ട് അവൻ മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. അങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് സേഫായിട്ട് അവനും അമ്മയും പുറത്തേക്ക് വരുന്നു. ആ സമയത്ത് കിംബർലി ആ പോലീസുകാരൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. പ്രാവ് എന്ന് നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ അത് കണ്ട് ഈ പയ്യൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിൽ കുറേ പ്രാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. അപ്പോൾ പ്രാവൊക്കെ ഇങ്ങനെ പറന്നുപോയി. പെട്ടെന്ന് ഒരു ക്രെയിൻ ഓപ്പറേറ്റർ ഒരു ഗ്ലാസ് മേലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രാവുകളൊക്കെ കൂടി ഒരുമിച്ച് പറന്നപ്പോൾ പെട്ടെന്ന് അയാളുടെ കൺട്രോൾ പോവുകയും ആ ഗ്ലാസ്
ഗ്ലാസ് താഴേക്ക് വീണ് ഈ ചെറുക്കൻ്റെ തലയിൽ വീണ് അവിടുന്ന് തന്നെ അരഞ്ഞ് മരിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് ആ അമ്മ നിലവിളിക്കുന്നതോടെ ഈ സീൻ കട്ട് ചെയ്യുന്നു. അങ്ങനെ ആൾക്കാർ വരിവരിയായിട്ട് മരിക്കുന്നത് കാണുന്ന പോലീസ് ഓഫീസർ എല്ലാവരെയും ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടി കോൾ വിളിച്ച് പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് അവർ പുറപ്പെടാൻ നോക്കുമ്പോൾ നമ്മുടെ ക്ലെയർ ഉണ്ടായിരുന്നല്ലോ, അവളും കൂടി ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് ആ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് അയാൾ പറയുന്നു, ഒരു പുതിയ ജീവന് മാത്രമേ ഈ മരണത്തെ എല്ലാം നിർത്താൻ സാധിക്കുകയുള്ളൂ, അതിനുള്ള ശക്തി അങ്ങനെ ഒരു പുതുജീവനിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിംബർലിക്ക് വീണ്ടും കുറെ വിഷ്വൽസ് വരുന്നു. ഒരു വൈറ്റ് വാൻ, അതിലൊരു പെൺകുട്ടി പോകുന്നതായിട്ട്, അവൾ ആ കൺട്രോൾ ഇല്ലാതെ അത് ആക്സിഡന്റിൽ പെടുന്നതായിട്ടും ഒരു സ്വപ്നം കാണുന്നു. അപ്പോൾ പെട്ടെന്നാണ് അവർക്ക് എന്തോ ഇതൊരു സിമ്പിൾ ആവാം എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ അവൾ ആലോചിച്ച് നോക്കുമ്പോഴാണ് അവർ ആ പ്രഗ്നന്റ് ലേഡി ഉണ്ടായിരുന്നല്ലോ ആദ്യം അവൾ സ്വപ്നത്തിൽ കണ്ടത്, അവളാവണോ എന്നുള്ളൊരു സംശയം വരുന്നു. കാരണം അവൾ പോലീസിന്റെ വെരിഫിക്കേഷനിലോ ഒന്നിലും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ആകെ മറന്നുപോയിരുന്നു അവളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓരോന്നും. അങ്ങനെ അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, അവൾക്ക് ആ കുട്ടി പിറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ മരണത്തെയെല്ലാം നിർത്താൻ ആ കുഞ്ഞിന് സാധിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അവളെ പറ്റി അന്വേഷിച്ച് നോക്കുമ്പോൾ അവർക്ക് ആർക്കും ഒരു വിവരവും ഇല്ല. അങ്ങനെ അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു ഏതായാലും നമുക്ക് ആ വിഷ്വൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിൽ അവരുടെ കാറിന്റെ നമ്പർ പ്ലേറ്റ് കാണും. അങ്ങനെ ആ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് അവൻ എല്ലാ പോലീസുകാരോടും ഇൻഫർമേഷൻ കൊടുക്കുന്നു. അതിനുശേഷം പോലീസുകാരൻ പറഞ്ഞ പോലെ എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഫ്ലാറ്റിലേക്ക് വരുന്ന ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള വിഷ്വൽസ് കാണിക്കുന്നു. അതുപോലെ അവിടെ പ്ലേ ചെയ്യുന്ന പാട്ടും മരണത്തെ സംബന്ധിച്ചുള്ളതായിരുന്നു. അവസാനം മരിച്ചത് ആ ചെറുക്കനായതിനാൽ അവന്റെ അമ്മയോട് പറയുന്നു, നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം, ഒരുപക്ഷെ അടുത്ത ടാർഗറ്റ് നിങ്ങളായിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സിഗ്നൽ ലഭിക്കും അതിനു മുമ്പായിട്ട്, അതുകൊണ്ട് തീർച്ചയായും നന്നായിട്ട് കെയർ ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ ആ അമ്മയും അതുപോലെ ആ റൈഡറും ഇതൊന്നും ചെവിക്കൊള്ളുന്നേ ഇല്ല. അമ്മ പറയും, എനിക്ക് ആകെ ഉണ്ടായിരുന്ന എൻ്റെ മകനാണ്, അവൻ മരിച്ചു, ഇനി ഞാൻ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു, കൂടെ റൈഡറും. അതിനുശേഷം നമ്മുടെ ആ ഡ്രഗ് അഡിക്റ്റ് ഇല്ലേ, പുള്ളിക്കാരന് എന്തോ ഒരു സിഗ്നൽ പോലെ തോന്നും. അതായത് ഒരു മനുഷ്യൻ ഒരു ഹുക്ക് പോലെ എന്തോ സാധനം പിടിച്ച് നിൽക്കുന്നതായിട്ട് ഒരു നിഴല് പോലെ കാണും. അപ്പോൾ അത് പെട്ടെന്ന് അവർക്ക് തോന്നും ഇതെന്തോ ക്ലൂ ആണോ എന്നുള്ള രീതിയിൽ. അങ്ങനെ കിംബർലി നമ്മുടെ ആ സ്ത്രീയെ വിളിക്കും, നമ്മുടെ ആ ചെറുക്കൻ്റെ അമ്മയെ വിളിക്കും. അവരപ്പോഴത്തേക്ക് റൈഡറും ആ അമ്മയും ലിഫ്റ്റിലേക്ക് കയറിയിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് വേറെ ഒരു മനുഷ്യനും കൂടി ഉണ്ടായിരുന്നു. അയാൾ എന്തോ സാധനങ്ങളൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ അകത്തൊരു ഹുക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ആ അമ്മയോട് കിംബർലി വിളിച്ച് കാര്യം പറയുമ്പോൾ പെട്ടെന്ന് അമ്മ പേടിച്ചിട്ട് ഓടാൻ ശ്രമിക്കും. ആ സമയത്ത് അവളുടെ തലമുടി ആ ഹുക്കിൽ കുടുങ്ങുകയും അവളുടെ തല ആ ലിഫ്റ്റിനുള്ളിലേക്ക് കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. ആ സമയം നോക്കി തന്നെ ലിഫ്റ്റ് ഡോറ് ക്ലോസ് ചെയ്യുകയും ആ അമ്മയുടെ തല വെട്ടി അറുത്ത് മരിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് ആ പ്രഗ്നന്റ് ലേഡിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അവളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു ഫോൺ കോൾ വരുന്നു. അതുകൊണ്ട് അവളുടെ അടുത്തേക്ക് എല്ലാവരും കൂടി ഒരു കാറിൽ പോവുകയാണ്. ആ ബിസിനസ് വുമൺ ആണ് കാർ ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സമയം ആ പ്രഗ്നന്റ് ലേഡിക്ക് ലേബർ പെയിൻ വരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ മറ്റൊന്നും ചിന്തിക്കാതെ വേഗം അവളുടെ വാനും എടുത്തിട്ട് ആശുപത്രിയിലേക്ക് പോകുന്നു. ഈ സമയം കിംബർലിയും കൂട്ടരും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് ആ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ ആ വിമാനാപകടത്തിൽ രക്ഷപ്പെട്ടവർക്കൊക്കെ ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ആയിട്ട് ബന്ധങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു തരത്തിൽ ബന്ധമുള്ളവരാണ് ഇവരെല്ലാവരും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഡെത്ത് തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ സംസാരിക്കുന്നു. അങ്ങനെ ഇവർ അതൊക്കെ സംസാരിച്ചുകൊണ്ട് വരുന്നതിനിടയിൽ പെട്ടെന്ന് അവരുടെ കാറിന്റെ ടയർ പഞ്ചറാവുകയും കൺട്രോൾ പോയിട്ട് ഒരു തോട്ടത്തിലേക്ക് ഇടിച്ച് കയറി ആക്സിഡന്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ആക്സിഡന്റ് നടക്കുന്നത് നേരത്തെ ആ പ്രഗ്നന്റ് ലേഡിയെയും കൂട്ടിക്കൊണ്ടുപോയ ആ പോലീസുകാരൻ കാണുന്നുണ്ട്. എന്നാലും ഈ പ്രഗ്നന്റ് ലേഡി ഉള്ളതിനാൽ അയാളവരെ സഹായിക്കാനുള്ള സമയമില്ലാത്തതിനാലും ആ പോലീസുകാരൻ ഒരു ആംബുലൻസ് വിളിച്ചു പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. വലിയ ആക്സിഡന്റ് ആയിരുന്നെങ്കിലും ആർക്കും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ബിസിനസ്സുകാരി വുമൺ ഡ്രൈവിംഗ് സീറ്റിലായിരുന്നല്ലോ ഇരുന്നത്, അവൾ ആ കാറിനുള്ളിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും സേഫ്റ്റി ഓഫീസേഴ്സൊക്കെ എത്തി അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ കാറിന് ശക്തിയായി ഇടിക്കുന്നു. കാർ മുറിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത്. അപ്പോൾ അതിനിടയിൽ ആ എയർ ബാഗ് ഓപ്പൺ ആവുകയും അവളുടെ തല പിന്നിലുള്ള പൈപ്പിലേക്ക് ഇടിച്ച് കയറി ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അവൾ ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സിഗരറ്റ് അവളുടെ കയ്യിൽ നിന്നും ഊർന്ന് താഴേക്ക് വീഴുന്നു. അതിനിടയിൽ അവിടെ ഒരു കാറിൽ നിന്നും പെട്രോൾ ലീക്കായി വരുന്നുണ്ടായിരുന്നു. അതിലേക്ക് തന്നെ കൃത്യമായിട്ട് വീഴുകയും ആ കാറ് അവിടെ നിന്നും പൊട്ടിത്തെറിച്ച് വലിയൊരു അപകടം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ സമയത്ത് ആ ഡ്രഗ് അഡിക്റ്റ് അവിടെ നന്നായിട്ട് ലഹരി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ കാറ് പൊട്ടിത്തെറിച്ച ആ ഫോഴ്സിൽ അവിടെ നിന്ന് ഒരു കമ്പി തെറിച്ച് വന്ന് അവൻ്റെ ശരീരം തുണ്ടായിട്ട് വെട്ടി മുറിച്ച് മുന്നോട്ട് പോകുന്നു. ഇതിനൊക്കെ ഏക പോംവഴി ആ പ്രഗ്നന്റ് വുമണിന്റെ കുട്ടി ജനിക്കുക എന്നത് മാത്രമാണ് എന്ന് മനസ്സിലാക്കി അവർ വേഗം എല്ലാവരും ചേർന്നിട്ട് ആ ആശുപത്രിയിലേക്ക് പോകുന്നു. ഈ സമയം നമ്മുടെ ആ റൈഡറും ലിഫ്റ്റിൽ വെച്ച് അപകടം കണ്ടതിന്റെ ഷോക്കിൽ ആശുപത്രിയിലാണുള്ളത്. അങ്ങനെ കിംബർലിയും ആ പോലീസുകാരനും ക്ലെയറും ആശുപത്രിയിലേക്ക് എത്തുന്നു. ഈ സമയത്ത് നമ്മുടെ റൈഡറിന്റെ മൂക്കിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ഓക്സിജൻ സിലിണ്ടർ ഉണ്ടല്ലോ, അതിന്റെ പൈപ്പ് അറ്റുപോകുന്നു. ഇതേ സമയം ആ പ്രഗ്നന്റ് ലേഡിക്ക് കുട്ടി പിറക്കുകയും ചെയ്യുന്നു. ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഏതായാലും ഈ മരണവും കാര്യങ്ങളും ഒക്കെ നിൽക്കുമെന്നുള്ള ഒരു സന്തോഷത്തിൽ ആഘോഷിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പടത്തിലെ മറ്റൊരു ട്വിസ്റ്റ് പുറത്തു വരുന്നത്. ആ സമയം കിംബർലി നന്നായിട്ട് ആലോചിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു
അന്നത്തെ ആക്സിഡന്റ്, അതായത് ആ സ്വപ്നം കണ്ട ആക്സിഡന്റിൽ ഈ പ്രഗ്നന്റ് വുമൺ മരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കിംബർലിക്ക് ഒരു കാര്യം ബോധ്യപ്പെടുന്നു. കാരണം ഈ പ്രഗ്നന്റ് ലേഡി മരിക്കുന്നില്ല എങ്കിൽ ഈ മരണത്തിന്റെ ആ ഒരു പാറ്റേണിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്, കുഞ്ഞ് പിറന്നാലും ആ മരണം അതേ രീതിയിൽ തന്നെ സംഭവിക്കും എന്നുള്ളത്. അപ്പാട് ഉടനെ തന്നെ കിംബർലിയും ക്ലെയറും ആ പോലീസുകാരനും കൂടിയിട്ട് ആ റൈഡറെ കാണാൻ പോകുന്നു. കാരണം ഒരുപക്ഷെ അടുത്ത നമ്പർ അയാളുടേതായിരിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ. അങ്ങനെ അവർ പോയിട്ട് ആ ഡോറ് തുറക്കുമ്പോഴത്തേക്ക് ആ റൂം മുഴുവൻ ഓക്സിജൻ സിലിണ്ടറൊക്കെ നിറഞ്ഞ് ലീക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു. അവിടെ വെച്ച് തന്നെ ക്ലെയറും ആ തീയിൽ വെന്ത് മരിക്കുന്നു. അതോടെ കിംബർലിക്ക് മനസ്സിലാവുന്നു താൻ സ്വപ്നം കണ്ടത് തന്റെ മരണം തന്നെ ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ അവൾ ഹീറോയോട്, ഡോക്ടറോട് റെഡിയായിരിക്കാൻ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ആംബുലൻസ് എടുത്തിട്ട് തന്റെ സ്വപ്നത്തിൽ വന്ന അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അവൾ പോകുന്നു. അവിടെ പോയിട്ട് ആ സ്വപ്നത്തിൽ നടന്നതുപോലെ വെള്ളത്തിലേക്ക് വീണ് മരിക്കാൻ തയ്യാറാവുന്നു. പക്ഷെ അതിന്റെ പിന്നിലെ തന്നെ നമ്മുടെ നായകനും അവിടെ എത്തിയിരുന്നു. അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഒരു രക്ഷയില്ല, അവൾ ഏകദേശം മരിക്കുമെന്നുള്ള ഉറപ്പായി. പക്ഷേ എങ്ങനെയൊക്കെ കൂടി നായകൻ അവളെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ ആശുപത്രിയിൽ എത്തിക്കുന്നു. ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ എങ്ങനെയൊക്കെ കൂടി അവളെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ വീണ്ടും അവൾ മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. ശേഷം ഒരു വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആ പോലീസുകാരനും കിംബർലിയും പിന്നെ അന്ന് ഇവരൊരു ആക്സിഡന്റ് നടന്ന സ്ഥലമില്ലേ, ആ സ്ഥലത്തിന്റെ ഉടമയും എല്ലാവരും ചേർന്നിട്ട്, അയാളുടെ കുടുംബമൊക്കെ ചേർന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അയാൾ പറയും തന്റെ മകനും ഒരിക്കൽ ഇതുപോലെ മരിക്കേണ്ടതായിരുന്നു, പക്ഷേ അന്നത്തെ ആ ഡ്രഗ് അഡിക്റ്റ് ഇല്ലേ, അയാളാണ് എൻ്റെ മകനെ. അത് കേട്ടപ്പോൾ കിംബർലിയും ആ പോലീസുകാരൻ ഞെട്ടിത്തരിച്ച് ആ ചെറുക്കനെ നോക്കുന്നു. അപ്പോൾ ആ ചെറുക്കൻ അവിടെ ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സെറ്റപ്പ് അങ്ങനെ പൊട്ടിത്തെറിച്ച് ആ ചെറുക്കൻ അവിടെ വെച്ച് മരിക്കുന്നു.